നമുക്ക് ഓരോ ഇതിലായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിങ്ങനെ കമത്തി വയ്ക്കുവാണ്, കാരണം ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇതിങ്ങോട്ടിട്ട് കൊടുക്കാം. റോസ് വാട്ടർ കിട്ടണമല്ലോ, വേപ്പറായിട്ട് ഈ പാത്രത്തിലായിരിക്കും വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രം കൂടി ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. ഇത്രയും റോസിന് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഇതിൻ്റെ ചുറ്റിനും അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് കമഴ്ത്തി അടച്ചു കൊടുക്കണം, കാരണം ഇത് നല്ല ടൈറ്റായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊരു വെയിറ്റായിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ആവിയൊന്നും പുറത്ത് പോകാൻ പാടില്ല, നല്ല ടൈറ്റായിട്ടിരിക്കണം ഇത്. കാരണം ആ ആവിയാണല്ലോ, ഈ പുറത്ത് പോകുന്ന ആവിയാണ് അതിൻ്റെ അകത്ത് വേപ്പറായിട്ട് വരുന്നത്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ആയിട്ടുണ്ട്. അത്രയും ഫ്ലവർ ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ അകത്ത് വലിയ മണമൊന്നും കാണത്തില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ അവർ പെർഫ്യൂം ആഡ് ചെയ്യുന്നതാണ് അതിൽ.